ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ വിതാശാഖം വന്ദേ വാൽമീകികോകിലം. വാൽമീകേരിതി സംഭൂത രാമംഭോ നിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗ പുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 58ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വാൽമീകി രാമായണത്തിലെ വനവാസത്തിന് പുറപ്പെടുന്ന രാമൻ അമ്മയായ കൗസല്യയോടും സീതയോടും വിട ചോദിച്ച ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇതേ ഭാഗങ്ങൾ മറ്റ് രാമായണങ്ങളിൽ എങ്ങനെ വിവരിച്ചിരിക്കുന്നു ചുരുക്കത്തിൽ നോക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വാൽമീകി രാമായണത്തിൽ സീതയെ അനുനയിപ്പിച്ച ശേഷമാണ് ലക്ഷ്മണനോട് ആയിട്ടുള്ള സംവാദവും ലക്ഷ്മണന് യാത്രാനുവാദം കൊടുക്കുന്നതും. മറ്റൊന്നുള്ളത്, അധ്യാത്മരാമായണത്തിൽ കാണുന്നത് പോലെ ക്രോധവിവശനായ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് ദീർഘമായ തത്വോപദേശം രാമൻ ചെയ്യുന്നതൊന്നും വാൽമീകി രാമായണത്തിലോ മറ്റു രാമായണങ്ങളിലോ ഇല്ല. അത് അധ്യാത്മരാമായണകാരൻ മാത്രം തിരിച്ചിട്ടതാണ്. ബാക്കി രാമായണങ്ങളിലൊന്നും അങ്ങനത്തെ വലിയ തത്വോപദേശമൊന്നുമില്ല. മറിച്ച് ലക്ഷ്മണനെ സമാധാനിപ്പിച്ച് താൻ കാട്ടിലേക്ക് പോകുന്ന ന്യായം ധരിപ്പിച്ച് ലക്ഷ്മണൻ്റെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങിയിട്ട് ലക്ഷ്മണനോട് തന്നെ അനുഗമിച്ചോളാൻ പറയുന്നതായിട്ട് മാത്രമേ ഉള്ളൂ. ഇതാണ് പ്രധാന വ്യത്യാസമുള്ളത്. ഇനി നമുക്ക് കൗസല്യാദികളോട് രാമൻ യാത്ര പറഞ്ഞതിനെക്കുറിച്ച് മറ്റ് രാമായണങ്ങൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നത് സാമാന്യമായിട്ട് നോക്കാം. ഇവിടുന്ന് പ്രധാന കാര്യങ്ങളിൽ നിന്ന് വ്യത്യാസമില്ല എന്നുള്ളത് എപ്പോഴും നോക്കണം. കാര്യത്തിൻ്റെ സംഭവങ്ങളുടെ ഗതിയൊക്കെ എല്ലാ രാമായണങ്ങളും ഒരുപോലെയാണ്. ചിലതിൽ കുറച്ച് വിസ്തരിച്ച് പറഞ്ഞു വേണം. അധ്യാത്മരാമായണം വാൽമീകി രാമായണത്തിൽ 4-1 ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിലെ വിവരണങ്ങൾ സാമാന്യേന വാൽമീകി രാമായണത്തെ പോലെ വിശദമായിട്ടല്ല ഉള്ളത്. അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ 4-ാം സർഗത്തിലാണ് കൗസല്യായിട്ടുള്ള ഈ സംവാദവും ഒക്കെ കാണുക. ആ ഒരു സർഗം കൊണ്ട് തന്നെ അമ്മയെ സമാധാനിപ്പിക്കുന്നതും അമ്മയിൽ നിന്ന് അനുവാദമാകുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് നോക്കാം. അവിടെയുള്ളത്, അമ്മയോട് പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം കാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് കൗസല്യ സ്വാഭാവികമായിട്ടും വളരെയധികം പരവശയായി. ലക്ഷ്മണനാകട്ടെ ക്രോധാകുലനായിട്ട് കൈകേയി വശകനായ അച്ഛനെ ബന്ധിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഇതൊക്കെ വാൽമീകി രാമായണത്തിലുള്ളതുപോലെ തന്നെ അധ്യാത്മരാമായണത്തിലുണ്ട്. അവിടെ പക്ഷേ വ്യത്യാസമായിട്ടുള്ളത് കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഒരു വിശദമായ തത്വോപദേശം രാമൻ ലക്ഷ്മണന് നൽകുന്നുണ്ട്. അതൊന്നും വാൽമീകി രാമായണത്തിൽ ഇല്ലാത്തതാണ്. എന്നാലും അമ്മ പറഞ്ഞു, എന്നെ വിട്ടു പോകരുത് എന്ന് പറഞ്ഞപ്പോൾ സാവകാശത്തിൽ മാതൃധർമ്മത്തെയും ഭാര്യാധർമ്മത്തെയൊക്കെ ഓർമ്മിപ്പിച്ചിട്ടാണ് രാമൻ അമ്മയുടെ സമ്മതം നേടുന്നത്. അതുകൊണ്ട് കർമാചരിക്കാനുള്ള അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അമ്മയുടെ പ്രധാന കർത്തവ്യം, മുഖ്യധർമ്മം ഭാര്യാധർമ്മമാണ്. അത് പാലിക്കണം എന്ന് പറഞ്ഞു. പിന്നെയാണ് സീതയ്ക്ക് എടുത്തു പോയി സീതയോടുള്ള സംവാദമാണ്. സീത രാമൻ പ്രത്യേകമായ വേഷഭൂഷകളൊന്നുമില്ലാതെ അകമ്പടിക്കാരൊന്നുമില്ലാതെ പോയതുകൊണ്ട് പരിഭ്രമിക്കുകയും ചെയ്തു. വാൽമീകി രാമായണത്തിൽ കാണാം. അവിടെ പറഞ്ഞ സേനയന്യേ വരുന്നോ ശ്വേതപത്രവുമെങ്ങഹോ വാദ്യഘോഷങ്ങളിലില്ല രാഗചിഹ്നങ്ങളൊന്നുമേ ആർഭാടസഹിതം യാത്രയ്ക്ക് ഏർപ്പാടില്ലാത്തത് എന്തുവാൻ എന്ന് സീത ചോദിക്കുകയാണ്. സാധാരണ ഇതിൽ
അഭിഷേകം ചെയ്യപ്പെടാൻ പോകുന്ന രാമൻ അകമ്പടിക്കാരൊക്കെ വേണ്ടതാണ്, അതൊന്നും ഇല്ലാതാണല്ലോ വരുന്നത് എന്ന് പറഞ്ഞു. രാമനാകട്ടെ സീതതൻ വചനം കേൾക്കേ സസ്മിതം ചൊല്ലി രാമനും. ഇപ്പോൾ വായിക്കുന്നത് കപ്രശ്ശേരി അപ്പുണ്ണിക്കൈമളുടെ പ്രധാന തർജ്ജമയാണ്, എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ പിന്നെ അർത്ഥമൊന്നും പ്രത്യേകിച്ച് പറയത്തില്ല, വളരെ ലളിതമായ തർജ്ജമയാണ്. അപ്പോൾ സസ്മിതം ചൊല്ലി രാമനും പുഞ്ചിരിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു, ദണ്ഡകാരണ്യ രാജ്യത്തിന് ഭരണം നൽകിയേ നൃപൻ. എനിക്ക് അച്ഛൻ നൽകിയിട്ടുള്ള ഭരണം ഈ അയോധ്യ രാജധാനിയുടെയോ അല്ലെങ്കിൽ ഈ കോസലത്തിൻ്റെ ഒന്നും ഭരണമല്ല, മറിച്ച് കാട് ഭരിക്കാനാണ് അച്ഛൻ നിയോഗിച്ചിട്ടുള്ളത്. അതിന് കാരണം എന്താണ്? സീത ചോദിക്കുകയാണ്. സീത ചോദിച്ചതപ്പോൾ സംഭീതയായി രാമനോടിതം, താതനെന്തേ മഹാത്മാവാ കാട് വാഴ്ച വിധിച്ചുതേ. എനിക്ക് കാട് ഭരിച്ചോളാൻ വിധിക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ രാമൻ ലളിതമായ ഉത്തരവും പറഞ്ഞു. പിതാവേകി കയ്യേയിക്ക വരദ്വയം ഭരണം ഭരതന്നേകാൻ ശരണം കാടെനിക്കുമേ. എനിക്ക് കാടും ഭരതന് ഭരണം കൊടുക്കാൻ അച്ഛൻ നിർബന്ധനാവുക ചെയ്തത്. കയ്യേക്ക് കൊണ്ട് വരം കൊടുത്തിരുന്നു. അത് നമ്മൾ ആവർത്തിക്കേണ്ടതില്ല, നമ്മൾ കേട്ട് കഴിഞ്ഞാണ്. ഇവിടെ എങ്ങനെ ആണ് അത് വിവരിച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ നോക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സീതയ്ക്ക് യഥാർത്ഥത്തിൽ പരിഭ്രമവും വേദനയൊക്കെ ഉണ്ടെങ്കിലും താൻ ഇവിടെ ഒറ്റയ്ക്ക് കൊട്ടാരത്തിൽ നിൽക്കേണ്ടി വരുന്നുള്ളതാണ് അവളെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. അതുകൊണ്ട് യാത്ര പറഞ്ഞ് പോകാൻ ശ്രമിക്കുന്ന രാമനോട് അവൾ പറഞ്ഞു, അങ്ങനെ പോകാൻ പറ്റില്ല. മുമ്പ് ഞാനാം ഭവാനൻ്റെ പിമ്പാകാം വരെ യാത്രയിൽ, ഞാനാണ് മുമ്പിൽ നിനക്ക്, അങ്ങ് എൻ്റെ പുറകെ നടന്നോളൂന്നാണ്. കാരണം എന്നെ കൂടാത്ത നിൻപോക്ക് മാന്യമല്ലോർക്ക് രാഘവ. എന്നെ കൂട്ടാതെ കാട്ടിലേക്ക് പോകുന്നത് ശരിയല്ല, എല്ലാ തരത്തിലുള്ള ദാമ്പത്യ ധർമ്മത്തിന് എതിരാണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് രാമൻ പറഞ്ഞു, കാട്ടിലുള്ള യാത്ര അത്ര എളുപ്പമല്ല. അയ്യയ്യോ നിന്നെയും കൂട്ടി വയ്യല്ലോ വനയാത്രകൾ. ഘോരരൂപ രതിക്രൂര നരഭോജികൾ രാക്ഷസർ സിംഹവ്യാഘ്ര വരാഹാദി ഹിംസജാതിക്കളുള്ളടം. അങ്ങനെയൊക്കെയുള്ളതാണ് കാട്. ഹിംസ മൃഗങ്ങളുണ്ട്, മനുഷ്യമാംസം തന്നെ ഭക്ഷിക്കുന്ന രാക്ഷസന്മാരുണ്ട്. വളരെ വിസ്തരിച്ച് പറഞ്ഞു രാമൻ. കട്ടമ്ല ഫലമൂലങ്ങൾ ഒട്ടേറെ തിന്ന് വറക്കണം, കൂട്ടാൻ അപ്പങ്ങൾ ഉപ്പേരി ഒട്ടൊന്നും ലഭ്യമായില്ല. അതായത് കൊട്ടാരത്തിൽ പോലെ ഉപ്പേരിയും അപ്പങ്ങളും പലഹാരങ്ങളും ഉണ്ടാവില്ല എന്നുള്ള വിഷമാണ്. കായ്കളും കാലഭേദേന കൈവരാം അത്രമാർത്തതാൻ. ചിലപ്പോൾ ചില കായ്കനികളോ കിഴങ്ങോ കിട്ടിയെന്ന് വരാമെന്നേ ഉള്ളൂ, അതും എപ്പോഴും കിട്ടിയെന്ന് വരില്ല. വഴിയെ കല്ലുമുള്ളാർന്നും കഴിയാ നേരെ നീങ്ങുവാൻ. നിരപ്പുള്ള പാതകളൊന്നും അല്ല കാട്ടിലുള്ളത്, അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് കുറച്ച് വിസ്തരിച്ച് പറഞ്ഞു. അതുകൊണ്ട് നീ എന്തു ചെയ്യും? ഇവിടെ ഇരുന്നിട്ട് അമ്മയും എൻ്റെ മാതാപിതാക്കളെയൊക്കെ ഉള്ളതുപോലെ ശുശ്രൂഷിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ മറുത്തോതി മുഖം വിയപ്പിച്ച് അമർഷം ചെറ്റുയർന്നുമേ ഇഷ്ടങ്ങ് പോകയോ നീ സതിയാൻ ധർമ്മപത്നിയെ. സീത കുറച്ച് ക്രോധത്തിൽ ഞാൻ പറഞ്ഞത്. പതിതന്നരികെ നിൽക്കും പാതിവൃത്യാസ്ത്ര ഹസ്തയെ, പാതിവൃത്യാസ്ത്ര ഹസ്തയേന്, പാതിവൃത്യമാകുന്ന അസ്ത്രം കയ്യിലുള്ളവളായ സ്ത്രീയെ, പാതിവൃത്യാസ്ത്ര ഹസ്തയെ എമ്മട്ട ദർശനം ചെയ്യും. പാതിവൃത്യമായിരിക്കുന്ന ആയുധമാണ് എനിക്കുള്ളത്, അതാണ് എൻ്റെ വില നടത്തും. അങ്ങനെയുള്ള എന്നെ വിട്ടിട്ട് അങ്ങനെ പോവും. പിന്നെ ഭക്ഷണമില്ല, കിടക്കാൻ സൗകര്യങ്ങളില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞല്ലോ, അതൊക്കെ ഞാൻ നിസ്സാരമായിട്ടേ കരുതുന്നുള്ളൂ. അങ്ങയോടൊക്കെ യാത്ര എനിക്ക് ഫലമൂലങ്ങൾ എന്തെന്നോ തവ ഭക്ഷണം ഇഷ്ടമായി. അങ്ങ് ഭക്ഷിച്ചിട്ട് വരുന്നത് എന്താണോ അത് തന്നെ അതിൻ്റെ ബാക്കി ഞാൻ കഴിച്ചുകൊള്ളാം. ലഭിപ്പത് അമൃതം പോലെ പുരിച്ചും ദുഷ്ടയാകുവൻ, കല്ലും മുള്ളും നിറഞ്ഞോ എല്ലാം പുഷ്പവിധാനമായി. കല്ലും മുള്ളുണ്ട് എന്നൊക്കെ ഉള്ളത് വലിയ ഒരു വിഘ്നമായി, വലിയ തടസ്സമായി രാമൻ ഉന്നയിച്ചു. സീത പറയുന്നത് അതൊക്കെ എനിക്ക് ഭർത്താവോടത്ത് നടക്കുമ്പോൾ അത് പുഷ്പം വിധാനിച്ചതുപോലെയേ ഉള്ളൂ, മാത്രമേ തോന്നൂ എന്നുള്ളിൽ ഭർത്താവത്വം നടക്കവേ. അതുകൊണ്ട് എനിക്ക് ഇതൊന്നും ഒരു ക്ലേശമല്ല. ഒരു രസകരമായിട്ട് രാമായണത്തിൽ കൂടുതലായിട്ടുള്ളത്, പണ്ട് എത്രയോ രാമായണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആ രാമായണത്തിൽ എവിടെയാണ് രാമൻ സീതയെ കൂട്ടാതെ കാട്ടിലേക്ക് പോയിട്ടുള്ളത് എന്ന് രാമനോട് ചോദിക്കുന്നുണ്ട്. ഇത് മറ്റു രാമായണങ്ങളിലൊന്നുമില്ല. വാൽമീകി രാമായണത്തിലുള്ളത് ഋഷികൾ എൻ്റെ ചെറുപ്പകാലത്ത്
എനിക്ക് വനവാസമുണ്ട്, വനവാസം വേണ്ടി വരുമെന്ന് പ്രവചിച്ചതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പല രാമായണങ്ങളിലും ഋഷികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അധ്യാത്മരാമായണകാരൻ മാത്രം പറയുന്നതാണ്. അവിടെ പറഞ്ഞതാണ്, മറ്റൊന്ന് പറയാൻ കേൾക്കൂ പിന്നെ എന്നെ കൊണ്ടുപോവുക, രാമായണങ്ങളൊന്നല്ല പലതും കേട്ടിരിപ്പു ഞാൻ, അതിലെങ്ങാം വനേരാമൻ സീത കൂടാതെ പോയതായി. ഞാൻ അനേക രാമങ്ങൾ കേട്ടിട്ടുണ്ട്. ആ രാമായണത്തിൽ എവിടെയാണ് സീതയെ കൂടാതെ രാമൻ കാട്ടിൽ പോയില്ലതാണ്. ഇതൊക്കെ കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ അതേപോലെ പറഞ്ഞിട്ടുണ്ട്. രാമായണങ്ങൾ പലതും മുനിവർ ചൊല്ലി കേൾപ്പുണ്ട് ഞാൻ എന്നൊക്കെ പറയും. ഞാൻ ധാരാളം രാമായണങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു രസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ രാമായണങ്ങൾ അനവധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെയൊക്കെയും രാമായണങ്ങൾ പലതും കവിവരർ ആമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ, ജാനകിയോടുകൂടാതെ രഘുവരൻ കാനനവാസത്തിനിന്ന് പോയിട്ടുള്ളൂ, ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചുവെങ്കിലോ, പാണിഗ്രഹണം അന്താർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നൊക്കെയാണ് സീത ചോദിക്കുന്നത്. പാണിഗ്രഹണം അന്തത്ത് പിതാവ് കന്യകയുടെ കൈപിടിച്ച് വരനെ ഏൽപ്പിക്കുമ്പോൾ പറയും, നിങ്ങൾ എന്ത് ചെയ്യട്ടെ, സഹധർമ്മം ജനത എന്ന് പറയും, നിങ്ങൾ ഒരുമിച്ച് ധർമ്മം ചെയ്യൂ എന്ന് പറയും. വാൽമീകി പറയുന്നുണ്ട്, എൻ്റെ ഈ മകള് അങ്ങയോടൊപ്പം എപ്പോഴും ധർമ്മം ആചരിക്കട്ടെ, ഛായേവാനുഗത സതി എന്ന് പറഞ്ഞു, നിഴല് പോലെ അങ്ങേ ഇവൾ പിന്തുടരും, അങ്ങേ അനുസരിക്കും എന്നൊക്കെ അർത്ഥമാണ്. നിഴലെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ, അതേപോലെ ഈ പതിവ്രതയായ ഭാര്യ അങ്ങയോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് സീത പറയുന്നത്. അതുകൊണ്ട് എന്നെ കൂടാതെ ഇതൊക്കെ പറഞ്ഞു ഇനി എന്നിട്ടും അങ്ങ് എന്നെ കൂടെ കൂട്ടില്ല എന്നാണെങ്കിലോ, അതിനാൽ അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു, എന്നെ കൂടാതെ പോയെന്നാൽ ഇന്നൻ പ്രാണൻ ത്യജിച്ചിടും, സീത തൻ നിശ്ചയം കണ്ടു രാമൻ സമ്മതമേകിനാൻ, വരാമൊന്നിച്ചു നിന്നിഷ്ടം വരാൻ ഗീ നിറവേറ്റുവൻ. അപ്പോൾ നിവൃത്തിയില്ലാതെ രാമനെ സമ്മതിച്ചു കൊടുത്തു. അത് പറഞ്ഞു, എൻ്റെ കൂടെ വരാം, നീ എന്ത് ചെയ്യൂ, യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ വനയാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് സ്വന്തമായ സമ്പാദ്യങ്ങൾ, വ്യക്തിപരാചര സമ്പാദ്യങ്ങൾ കൊട്ടാരത്തിലുള്ള ആൾക്കുണ്ടാവും, അതൊക്കെ ദാനം ചെയ്യുന്നതാണ്. പൊതു ഖജനാവുന്നിടത്ത് ദാനം ചെയ്യല്ല. അതിപ്പോൾ ഒരാൾ ചോദിച്ചു, ഈ ദാനമൊക്കെ ചെയ്യുന്നത് പൊതുഭണ്ഡാരത്തിലെ വസ്തുക്കളൊക്കെ എടുത്തിട്ട് രാമനൊക്കെ ഇങ്ങനെ ദാനം ചെയ്ത് പോകുന്നത് ശരിയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാൾ. അവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത്, ഈ രാജകുമാരന്മാർക്കും രാജപത്നിമാർക്കൊക്കെ അവരുടേതായ സമ്പാദ്യങ്ങളുണ്ടാവും. അതൊന്നും പൊതുവെയുള്ള ഭണ്ഡാരത്തിലെ സ്വത്തുക്കളല്ല. അതാണ് ദാനം ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യൂ, ഗുരുപത്നിക്കുടൻ നൽകൂ ഹാരം തൊട്ട വിഭൂഷകൾ, ബ്രാഹ്മണർക്കായി ധനം സർവം ചെമ്മേ നൽകി ഗമിക്കണം. ബ്രാഹ്മണർക്ക് ദാനമൊക്കെ തിരിക്കണം, പുറപ്പെടാമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് അധ്യാത്മരാമായണത്തിൽ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞിട്ടുള്ളത്. മറ്റ് രാമായണങ്ങളിലും ഈ കാര്യത്തിലൊന്നും വലിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടില്ല. മറിച്ച് വർണ്ണന ചിലത് കുറച്ച് കൂട്ടി കുറേയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സംസ്കൃതത്തിലെ അധ്യാത്മരാമായണ മൂലത്തിലുള്ളത് നേരത്തെ പറഞ്ഞത്, രാമായണാനി ബഹുശ സുതാനി ബഹുഭിർദ്വിജയിഹി എന്നാണ്. രാമൻ പറഞ്ഞിട്ട് ഞാൻ അനേക രാമായണങ്ങൾ കേട്ടിട്ടുണ്ട്, അതിലൊന്നിലും ഇതുവരെ ഇങ്ങനെ കേട്ടിട്ടില്ല എന്നാണ്. അതായത് സീതയെ കൂടാതെ രാമൻ കാട്ടിപ്പോയി ഇത് കേട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ അതൊരു രസമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഈ പണ്ടേ ചെയ്തിട്ടുള്ള എന്തോ ചില സംഗതികൾ ഇപ്പോൾ ആവർത്തിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴെന്താണ് അങ്ങനെ കൂട്ടാൻ ചോദിക്കുന്ന പോലെയാണ് ചോദിക്കുന്നത്. അതിന് കമ്പരാമായണത്തിലേക്കാണെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ സാമാന്യന വളരെ ചുരുക്കിയേ പറഞ്ഞുള്ളൂ. കമ്പരാമായണകാരൻ യുദ്ധത്തിനോടത്തൊന്നും പ്രാധാന്യം ഈ ആദ്യ ഭാഗങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതിന് മൊത്തം വലുപ്പം നോക്കിക്കഴിഞ്ഞാൽ യുദ്ധകാണ്ടാണ് പകുതിയിലധികം ഭാഗം യുദ്ധവർണ്ണനയാണ്. അങ്ങനെയാണ് അതിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അവിടെ പറഞ്ഞു, കോമളവാച പറഞ്ഞു തുടങ്ങിനൻ സോമാഭിവാദാവതനൻ കൃപാകരൻ. അതൊക്കെ ലക്ഷ്മണനോടും സീതയോടും ഒക്കെ അനുവാദം വാങ്ങിയതൊക്കെ 10-40 വരികളിൽ ചുരുക്കിയിട്ടുണ്ട്. അമ്മയോട് പറയുമ്പോഴും ഇത്രയേ ഉള്ളൂ, ഖേദമെല്ലാം അകലെ കളഞ്ഞിടുക മാതാവേ വേണ്ട വിഷാദമിതു മൂലം, ഉത്സാഹമോടു ഇവനെ ചതുർദശാവത്സരം ഞാൻ 14 നാളെന്ന പോൽ. 14 വർഷങ്ങളൊക്കെ 14 ദിവസം പോലെ തോന്നാനേ ഉള്ളൂ, അത്ര പേര് കഴിയും. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരാതിരിക്കില്ല, അമ്മ ആശ്വസിക്കുമൊക്കെ. വലിയ ന്യായവാദങ്ങളോ അമ്മയായിട്ട് വലിയ സംവാദങ്ങളൊന്നും
കമ്പരാമായണത്തിൻ്റെ ഈ തർജ്ജമകളിലൊന്നും കാണുന്നില്ല. അതേസമയം സീതയോടും അതുപോലെയാണ്. എന്നിട്ടവൻ സുമിത്രാഭവനമകം ബുക്കാൻ, അതിനുശേഷം സുമിത്ര അടുത്തേക്ക് പോയി നേടുന്നു. ഞാനിതാ അച്ഛൻ്റെ അഭിപ്രായപ്രകാരമാണ് പോകുന്നതെന്ന് പറഞ്ഞു. അത് എല്ലാവരോടും ആവർത്തിച്ചു. അതുകൊണ്ട് സീതയോടും അങ്ങനെ പറഞ്ഞു എന്നില്ല. സീത അനവധി തരത്തിലുള്ളതായ എതിർവാദങ്ങൾ ഉന്നയിക്കുന്നതൊന്നും കമ്പരാമായണകാരൻ വിസ്തരിച്ചിട്ടില്ല. അതേപോലെ തന്നെ രാമായണ ചമ്പുവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചമ്പുവിൽ ഈ ഭാഗങ്ങളൊന്നും സാധാരണയിൽ ചമ്പുകാരൻ വളരെ വിസ്തരിക്കാറുള്ളതാണ്. ഈ ഭാഗങ്ങളൊന്നും അമിതമായിട്ട് വിസ്തരിച്ചിട്ടില്ല. അതുകൊണ്ട് ശ്ലോകങ്ങളെ കൊണ്ടും ഗദ്യം കൊണ്ടും കഴിച്ചു. സീത വളരെയധികം ദുഃഖാർത്ഥയായിട്ട് ഇരിക്കുന്നതായി കാണപ്പെട്ടു. രാമൻ അതിനെ ന്യായങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് പിതൃവാക്യമാണ് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു. അവിടെ പറയുന്നതാണ്, ഇത്തം പറഞ്ഞു ഘനവഷ്പനിരോധഹിന്യാം നത്വാദിനിത്രിയെ നദാനനപുണ്ടരീകാം ഉദ്ദീക്ഷിത സുചിരമുദ്ഗള ശ്രുവതി ഉദ്വീക്ഷിത സുചിര ഉദ്ഗളദശ്രുവൈഹി പ്രസ്ഥായ മൈഥിലി സുതാഭവനം പ്രവേദേ. അമ്മയൊരു ഇത് സമാധാനിപ്പിച്ചിട്ട് ആ മൈഥിലിയെടുത്ത് സീതയുടെ അടുത്തേക്ക് പോയി എന്ന് പറയാൻ അമ്മയോട് പറഞ്ഞ ഇതൊക്കെയാണ്. ഖേദിത്തീളൈക ഞാൻ ഇന്നത വീവിട കൊണ്ടാൽ നിരാധാരമയ്യോ വാർദിക്കും മധ്യമംബാവരിഷവജനദംഭോളി സംഭേദ ഭിന്നം നീതിജ്ഞേ തീവ്രശോകാനല ചടുലശികാചാര നിർദഗ്ധസാരം താതസ്യാംഗം കഥഞ്ചിന്മമജനനി കളിച്ചും പിരിഞ്ഞേളാനീ. വളരെ ചുരുക്കി അവിടെ പറഞ്ഞു. അതായത് അച്ഛൻ വലിയ ദുഃഖത്തിലാവും. ഞാൻ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാലുള്ള ദുഃഖം ഉണ്ടാവും. അതായിട്ട് ഈ കൈയ്യപ്പോലുള്ള അമ്മമാരുടെ ഓരോ വാക്കുകൾ അത് കേട്ടിട്ട് വിഷമിക്കും. അതുകൊണ്ട് ഇതാ മധ്യമമ്പ അവരുഷവചനം. മധ്യമമ്പ വെച്ചാൽ കയ്യയാണ്. കയ്യയുടെ മധ്യമാതാവായിരിക്കുന്ന കയ്യയുടെ പരിഷവചനങ്ങളൊക്കെ കേട്ടിട്ട് അച്ഛൻ ഈ വെള്ളം പറ്റിയ കുളത്തിലേക്കുള്ള താമര പോലെയൊക്കെ വിഷമിക്കുന്നതാണ്. അതുകൊണ്ട് അതിനൊന്നും ഇടകൊടുക്കാതെ ഒരു കാലത്ത് എന്ത് ചെയ്യരുത്, അമ്മ അച്ഛനെ പിരിയരുത്. തീവ്രശോകാനല ചടുല ശിഖാചാരം താതസ്യംഗം, അതിൻ്റെ ശരീരം മുഴുവൻ ചുട്ടുകൊള്ളുന്നതായി തീരും. അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്, കളിച്ചും പിരിഞ്ഞിടോ, കളിയായിട്ട് പോലും അച്ഛനെ പിരിഞ്ഞിരിക്കരുത് അമ്മ. താതസ്യംഗം കഥഞ്ചന്മവജനനി കളിച്ചും പിരിഞ്ഞിടലാ നീ എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് സീതയുടെ അടുത്തേക്ക് പോയത്. സീതയോട് പറഞ്ഞു, കല്യാണവാദസുഹിതം സഹസൈവ കന്തം ഗന്ധാരചാരകഥയാ കലുഷീരകാര അംബോധ നാദമുദിതാം വിപിനെ മയൂരീം സന്ത്രാസ എന്നിവധൻ തനിനാ പുളിന്താം. ഞാൻ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം പോകാമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, സീത തന്നെ താൻ അനുഗമിക്കുന്നു പറഞ്ഞപ്പോൾ അവളൊരു പറഞ്ഞു, അഹംഗമിഷ്യാമി മഹാവനം പ്രിയേ ത്വയാ ഹി വസ്തവ്യമിഹൈവ മാനിനി യഥാ വിളീകം ഗുരുഷേന കസ്യൽ തഥാ ത്വയാ കാര്യമിതം വചോ മമ. പ്രിയെ, ഞാൻ കാട്ടിലേക്ക് പോവാണ്. ത്വയാഹി വസ്തവ്യമിഹൈവ മാനിനി, അതെയോ മാനിനി, മാനിക്കപ്പെടേണ്ടവളെ, നീ ഇഹ ഇവിടെ തന്നെ വസിച്ചാലും യഥാ വെളീകം ഗുരുഷേന കസ്യതിൽ, നീ അതിനെ വിപരീതമായിട്ട് ചെയ്യരുത്. അപ്രിയം ഉണ്ടാവാത്ത രീതിയിൽ ഇവിടെ തന്നെ കഴിയണം. എൻ്റെ വാക്കിനെ നീ അനുസരിക്കണം. അസത്വയാ കാര്യമിതം വചോമമ. ആ സമയത്ത് സീതയുടെ വിവാദങ്ങൾ പറഞ്ഞു. സീതയുടെ രാമൻ്റെയും വാക്കുകൾ ഈ വാദപ്രതിവാദ രൂപത്തിലുള്ള ഈ സംഭാഷണമൊക്കെ ഓരോരോ ശ്ലോകങ്ങളിലായിട്ടാണ്. രാമൻ്റെ ഒരു ശ്ലോകം, ഞാൻ സീതയുടെ ശ്ലോകം, ഇങ്ങനെയാണ് ചമ്പൂര് കൊടുത്തിട്ടുള്ളത്. ചമ്പുകാരൻ പഴയകാലത്ത് സ്ത്രീകൾ ശുദ്ധമായ സംസ്കൃതം പറയില്ല എന്നുള്ള സങ്കല്പത്തിൽ ഒരു പ്രാകൃത ഭാഷയുടെ രീതിയിൽ എഴുതിയിട്ടുള്ളത്. അവൾ പറഞ്ഞു, കിംതാതേന നരേന്ദ്രശേഖര ശിഖാരീഢാംഗ്രമാനേ മമാകിം വാമേ ശുശിരേണ വാസവമഹാസിംഹാസനാസിന. അതൊക്കെ അതിൻ്റെ സംസ്കൃത രൂപമാണ്. അതിൻ്റെ പ്രാകൃത രൂപത്തിൽ ശ്ലോകമുണ്ട്, അത് നമ്മൾ ചൊല്ലുന്നില്ല എന്ന് മാത്രം. അപ്പോൾ എന്തുകൊണ്ടാണ് അച്ഛൻ യഥാർത്ഥത്തിൽ ഈ കാട്ടിലേക്ക് പോകാൻ അങ്ങയോട് പറയാൻ കാരണം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ
രാമൻ ആ കാരണമൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പ്രിയേജനക നന്ദിനി പ്രകൃതി പേശലാമീ ദൃശിംഗസംക്ലപയിതും സഹേതവ ശിരീഷമുദ്ദിന്ദനും. തനിക്കും രാമനെ തന്നെ പിന്തുടർന്ന് കാട്ടിലേക്ക് വരണമെന്ന് അവൾ നിർബന്ധ ബുദ്ധിയോടുകൂടി പറഞ്ഞപ്പോൾ പറയാണ്, അല്ലയോ സീതയെ, നിന്നെപ്പോലുള്ള മാർദ്ദവ ശരീരത്തോടു കൂടിയ ആളിൽ കാട്ടിലെ ക്ലേശങ്ങൾ എങ്ങനെ സഹിക്കും? കാളിദാസൻ്റെ പ്രസിദ്ധമായൊരു ഉപമയെ ഓർമ്മിപ്പിക്കും മറ്റൊരാൾ പറഞ്ഞത്. സാധാരണ ഇതിൽ പൂക്കൾ വണ്ടിൻ്റെ ഭാരം മാത്രമേ താങ്ങുള്ളൂ, പക്ഷിയുടെ താങ്ങില്ല എന്നൊരു പ്രസിദ്ധമായ ഉപമയുണ്ട് കാളിദാസൻ്റെ. അതേപോലെ ഈ മാർദ്ദവ ശരീരം കൊണ്ട് ഈ കാട്ടിലെ വിഷമമൊക്കെ താൻ. പ്രിയേജനക നന്ദിനി പ്രകൃതി പേശലാമീ ദൃശ്യം, പ്രകൃത്യാതന പേശലമായിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന എൻ്റെ ശരീരം കഥങ്ക്ലപയിതും സഹേ, എങ്ങനെ സഹിക്കുന്നതാണ്. അതുകൊണ്ട് നീ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് വരാതിരിക്കുകയാണ് നല്ലത്. ശ്വശ്രു എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അമ്മ, അതായത് കൗസല്യെ വെച്ചിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടിട്ടൊന്നും സീത വഴങ്ങിയില്ല. ഒടുവിൽ സമാധാനിപ്പിച്ചു എന്ന് വളരെ ചുരുക്കത്തിൽ പറയുന്നേ. 2-4 ശ്ലോകങ്ങളെ കൊണ്ട് അത് പറഞ്ഞിട്ട് ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോയി എന്ന് പറയാം. ലക്ഷ്മണനുള്ള ഉപദേശങ്ങളൊക്കെ. രാമചരിതമാനസത്തിലാകട്ടെ സ്വാഭാവികമായിട്ടും തുളസീദാസൻ ധാരാളം വരികൾ ഉപയോഗിച്ചിട്ടാണ് ഈ സംഗതികളൊക്കെ വിസ്തരിക്കുന്നത്. കൗസല്യെ സമാധാനിപ്പിച്ചതും ആശ്വസിപ്പിച്ചതൊക്കെ വളരെ വിസ്തരിച്ചു താൻ. എന്തൊക്കെയാണ് അവിടെ പറയുന്നത് വെച്ചാൽ, ചിത്രത്തിലുള്ള അങ്ങനെ കണ്ണിൽ ഓർത്താ നടുങ്ങിപ്പിടയ്ക്കുന്ന ജാനകി. ഭാര്യയോട് പറയുന്നത് എങ്ങനെയാണ് ഈ സീത കാട്ടിൽ കഴിച്ചുകൂടുക എന്നൊക്കെ വിചാരിച്ചു എന്നാണ്. മൽപ്രാണനാഥൻ വനത്തിനു പോകുവാനിപ്പോൾ ഒരുങ്ങുന്നു സന്ദേഹമില്ലമേ, ഏതൊരു പുണ്യപ്രഭാവത്തിലാനിക്കാതിരാ പിന്നാലെ പോകാൻ കഴിഞ്ഞിടും. രാമൻ കാട്ടിലേക്ക് പോകുന്നവരെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഒരാൾ കേട്ടിട്ട് ഇങ്ങനെ വിചാരിച്ചു എന്ന് ചിന്തിച്ചത് ഈ വിധം എന്നാൽ പറഞ്ഞതല്ല. ഇതൊക്കെ രാമചരിതമാനസത്തിലുള്ള പ്രത്യേക കൽപ്പനയാണ്. എന്താ വിചാരിക്കുന്നത്, എനിക്ക് എങ്ങനെയാണ് ഭർത്താവിനോട് പോകാൻ കഴിയും, അതിനെന്താ ഉപായമുള്ളതെന്ന് ആലോചിച്ചു എന്നാൽ. ഒന്നുകിൽ ദേഹവും ദേഹിയോ ഒന്ന് ചേർന്ന് എന്നാഥവാദാസപതി എഴുതിയിടണം. ദേഹദേഹങ്ങളൊക്കെ ഒന്നുപോലെ ആയിട്ട് ആ ഭർത്താവിൻ്റെ പാദപൂജ ചെയ്യണം. അല്ല എങ്കിലും ദേഹമീൻ മാത്രമെങ്കിലും വല്ലഭമാർഗ്ഗം അവന് ചെയ്യണം. അതൊന്നുകിൽ ഞാൻ മരിച്ചിട്ടെങ്കിലും ഭർത്താവിനെ പ്രാപിക്കണം, അല്ലെങ്കിൽ എന്താണ് ദൈവം വരുത്തുവാൻ പോകുന്നതെന്ന് ആർക്ക് കാണാൻ കഴിയും ഈ വേളയിൽ എന്നൊക്കെ അവൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാമനവിടത്തേക്ക് എത്തിയെന്നാണ്. അത് പറഞ്ഞു, നീ പരിഭ്രമിക്കരുത്, ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. നിനക്ക് കാട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പുഷ്പിച്ചു കായ്ക്കാൻ തുടങ്ങുന്ന വേളയിൽ ഉൽപ്പാടനത്തിനൊരുങ്ങുന്നു വിധി. ദാമ്പത്യ ജീവിതത്തെ കാലമായിട്ടുള്ള 10 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഇങ്ങനെയുള്ളത് വിഷമാണ്. എന്നാലും എനിക്ക് പോകാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കൂ അതൊക്കെ കുറേ വരികളിലായിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, സമ്മതമാംവിധം ജീവിച്ചു കൊള്ളുകൾ ദുസ്സഹക്ലേശാനുഭൂതി ഉണ്ടാകാതെ നിസ്സബ്ദം ജന്മസാഫല്യം വന്നിടാം. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ ഇരിക്കുകയാണ് നല്ലത്. ചേതോഹരേ സുന്ദരി, ഞാൻ പിരിഞ്ഞു പോകുന്നുകൾ നന്മറകൾക്കും ഗുരുക്കൾക്കും ഒന്നുപോലെ സമ്മതമാംവിധം ജീവിച്ചു കൊള്ളുകൾ. അത് വേദത്തിൻ്റെ നിർദ്ദേശത്തനുസരിച്ചും ഗുരുക്കന്മാരുടെ വാക്കിനനുസരിച്ചുമാണ് കഴിയേണ്ടത്. എന്നിട്ട് പഴയ ചില പുരാണ കഥകളൊക്കെ സൂചിപ്പിക്കുക രാമൻ ചെയ്യുന്നത്. ഇതൊന്നും മറ്റു രാമായണങ്ങളില്ലാത്തതാണ്. അത് പണ്ടും ആൾക്കാരെന്ത് ചെയ്തിട്ടുണ്ട്, ഗുരുക്കന്മാരുടെയും അച്ഛന്മാരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് അനവധി ക്ലേശം സഹിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഉദ്ഗതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിന് കുറേ ഉദാഹരണം നിസ്സബ്ദം ജന്മസാഫല്യമാർന്നിടാം. ഗാലവാഭിഖ്യനാം മാമുനി ശ്രേഷ്ഠനും ഭൂലോകവിക്രമി രാജാ നഹൂഷനും നിർബന്ധ ബുദ്ധിക്ക് കീഴ്പ്പെട്ടു പോകയാ ദുർഭരാതങ്കം സഹിച്ചില്ലയോ പുരാ. അങ്ങനെയാണ് സുഖമായിട്ട് കഴിയുക. പിന്നെ അങ്ങനെയല്ല, ഗുരുക്കന്മാരുടെ നേരിട്ടുള്ള വാക്ക് അനുസരിക്കാതെ ഇരുന്നാൽ ക്ലേശം കുറേ ഉണ്ടാവുന്നതാണ്. മഹാഭാരതത്തിലെ ഗാലവ ചരിതം എന്ന് പറയുന്നത് പ്രസിദ്ധമായൊരു കഥയാണ്. ഗാലവൻ പരശുരാമൻ്റെ വിശ്വാമിത്രൻ്റെ ശിഷ്യനായിരുന്നു. വിശ്വാമിത്രൻ തനിക്ക് ഗുരുദക്ഷിണൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടും അത് കൂട്ടാക്കാതെ ഗുരുദക്ഷിണ കൊടുത്തേ കഴിയുമെന്ന് വാശി പിടിച്ചു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, എനിക്ക് ചെവി മാത്രം കറുത്ത 1000 വെളുത്ത കുതിരകളെ തരണമെന്ന് പറഞ്ഞു. അത് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഗാലവൻ്റെ കഷ്ടപ്പാടുകളെ പറ്റിയൊക്കെ മഹാഭാരതത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ജാലവിന് ഈ ക്ലേശമൊക്കെ ഉണ്ടായത്? ഗുരുനാഥൻ സന്തോഷമായിട്ട് പറഞ്ഞതാണ് ഗുരുദക്ഷിണൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ആളതനുസരിച്ചില്ല. അതൊക്കെ ഓർമ്മിപ്പിക്കുക അവിടെ. കഥയൊന്നും രാമേതായാലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതൊക്കെയാണ് കഥ. ഗാലവാഭിഖ്യനം മാമുനി ശ്രേഷ്ഠനും ഭൂലോക വിക്രമി രാജാ നഹൂഷനും. അവർ നഹുഷനും എന്ത് ചെയ്തു? യാഗം ചെയ്യാനുള്ള ക്ലേശങ്ങളിന് വേണ്ടിയിട്ടും ഇന്ദ്രപത്നിയായ ശചീദേവിയെ ഇന്ദ്രാണിയെ തനിക്ക് പ്രാപിക്കണം എന്നുള്ള നിശ്ചയദാർഢ്യം കൊണ്ടൊക്കെയാണ് ക്ലേശം ഉണ്ടായിട്ട് അവസാനം മഹർഷിയുടെ ശാപം കൊണ്ട് പെരുമ്പാമ്പായി താഴെ വീണു. ഇതൊക്കെ പ്രസിദ്ധമായ കഥയാണ്. അതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നിന്നോട് പറയാണ്, താതാ നീ യോഗാമൻ ഇഷ്ടിച്ചനന്തരം ജാതത്വരൻ ഞാൻ മടങ്ങിയെത്താം പ്രിയേ. ഞാൻ മടങ്ങി വന്നുകൊള്ളാം. അവിടെ നീ ക്ലേശിക്കാതെ ഇവിടെ ഇരിക്കുക വേണ്ടത്, വാശിയൊന്നും പിടിക്കരുതെന്ന് പറഞ്ഞാണ്. ഇങ്ങനെ കുറേ രസകരമായിട്ടുള്ള സംഭാഷണമാണ് അവർ തമ്മിലുള്ളത്. വളരെ വിസ്തരിച്ചിട്ടാണ് അവൻ പറയുന്നത്. കാട്ടുമൃഗങ്ങളുടെ ശബ്ദത്തിൻ്റെ ഭീകരതകൾ, അവിടെ ഉണ്ടാകാവുന്ന വിഷമങ്ങൾ ഒക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞു. എല്ലാം പറയേണ്ട കാര്യമില്ല. എന്നിട്ട് പറയാണ്, ബന്ധുക്കളോ ഗുരുഭൂത രോഗാന്തനോ ചിന്തിച്ച് ചൊല്ലിത്തരുന്ന കാര്യങ്ങളെ അഭ്യാദരിക്കാത്ത നാരിക്ക് വാരിതിയിൽ അഭ്യുന്നതിക്കില്ല മാർഗം മനോഹരേ. എന്നല്ല അതീത സന്ദർഭം നനച്ചുകൊണ്ട് എന്നാളും അല്ലലിൽ താഴേണ്ടതായി വരും. ഗുരുക്കന്മാരോ ഭർത്താവോ അച്ഛനൊക്കെ അന്വേഷിക്കുകയാണ് നാരിമാർക്ക് നല്ലത്. ഇതൊക്കെ പറഞ്ഞെങ്കിലും സീത അനവധി തരത്തിലുള്ളതായ പ്രത്യുത്തരവും പറഞ്ഞു. അവളിങ്ങനെ വിചാരിക്കുകയാണ്, ഉന്നിദ്രരാഗം വഹിക്കുമൻ വല്ലഭയൻ എന്നെ പിരിഞ്ഞിതാ പോകാൻ ഒഴുക്കമായി. അശ്വപ്രവാഹം പണിപ്പെട്ടു രോധിച്ചു ശ്വശ്രുപാദങ്ങൾ താണു വീണാതിരാൽ. അവൾ ആദ്യം ചെയ്തത് കൗസല്യ എടുത്തിട്ടുണ്ടായിരുന്നു. ആ കൗസല്യൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയെ ശുശ്രൂഷിക്കാതെ കഴിയണമെന്ന് എനിക്കില്ല. പക്ഷെ എനിക്ക് ഭർത്താവിനെ പിരിഞ്ഞിരിക്കാൻ വഴിയ പാതിവൃത്തത്തിൻ്റെ ധർമ്മമാണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഭർത്തൃവിയോഗം കണക്കൊരു സങ്കടമുണ്ടോ ജഗത്തിലെന്ന് ഉറപ്പ് ഞാൻ. ഭർത്തൃവിയോഗം ദുഃഖം സഹിക്കാൻ പറ്റില്ല എന്നാണ്. ആരൊക്കെ ഉണ്ടെങ്കിലും ഭർത്താവാണ് സ്ത്രീക്ക് പ്രധാനം. ഭർത്തൃവ പിതാക്കളും ആചാര്യപാദരും മിത്രങ്ങളും പരിവാരങ്ങളും തഥാ ശീലമാഹാത്മ്യം തികഞ്ഞ് ശോഭിച്ചിടും ശീലരാം പുത്രരും ഉണ്ടായിരിക്കലും. തന്നാത്മനാഥനക്കൂടാത്ത ജീവിതം ചണ്ടാതപം പോലെ തന്നിക്ക് ദുസ്സഹം. ക്രൂരമായ അത്യധികം പൊള്ളിക്കുന്ന വെയിൽ പോലെ ദുസ്സഹമാണ് ഭർത്താവിൻ്റെ വിരഹം. അതുകൊണ്ട് ഞാൻ പൂവന്നെ ചെയ്യുന്നതാണ്. ജീവനുപേക്ഷിച്ചു അനുഷാദേഹവും കേവലം തണ്ണീരൊഴിഞ്ഞാതടീനിയും തന്നെ നാഥനെ വേർപെട്ട നാരിയും ഒന്നുപോലാണെന്ന് ചൊല്ലുന്നു സൂരികൾ. അനവധി ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സീതയുടെ അവർക്ക് ജീവനുപേക്ഷിച്ച അനുഷദേഹവും. ജീവൻ പോയ ശരീരം എന്താണ്? ശവമാണ്. അത് ജുഗുപ്സ ഉണ്ടാക്കുന്നതാണ്. തൊഴാനോ അടുത്ത് നിൽക്കാനോ ഒരു സുഖമൊന്നും ഉണ്ടാവില്ല. അല്ല, കേവലം തണ്ണീരൊഴിഞ്ഞാതടീനിയും വെള്ളം വെച്ചിപ്പോയ നദി പോലെയൊക്കെയാണ് സ്ത്രീയുടെ ജീവിതം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പിന്തുടരുന്ന വേണമെന്ന് പറഞ്ഞു. ഞാനൊരു മുഗ്ധയം പൈതലാണ് പോൽ കാനനവാസാർഹനാണ് പോലൻ പ്രിയൻ. വളരെ വിസ്തരിച്ചിട്ടാണ് സീതയുടെ വാക്ക്. സീത പറഞ്ഞു, എൻ്റെ ശരീരം കാനനവാസത്തിന് പറ്റിയതല്ല എന്ന് ഇത് ഭർത്താവ് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരമാകട്ടെ അതിന് പറ്റിയതാണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ രാമനും പണ്ട് കാട്ടിൽ പോയി ശീലമൊന്നുമില്ലാത്ത ആളാണ്. മുമ്പ് 2-4 ദിവസം വിശ്വാമിത്രനോടെ യാഗരക്ഷയ്ക്ക് പോയിട്ടുണ്ട്. അത് പ്രഗത്ഭനായ വിശ്വാമിത്രൻ്റെ സംരക്ഷണത്തിലാണ്. അല്ലാതെ കാട്ടിൽ താമസശീലമൊന്നുള്ള ആളല്ല രാമനും. പിന്നെ അദ്ദേഹത്തിന് സാധിക്കുന്നു, എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥമല്ലെന്നാണ് സീത പറയുന്നത്. കാനനവാസാർഹനാണ് പോലൻ പ്രിയൻ. അദ്ദേഹത്തിന് സാധിക്കുന്നു പറയുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാമൻ്റെ വാദങ്ങൾ മുഴുവൻ നിരസിച്ചു കളഞ്ഞു. അതിൽ പറയാണ്, ജീവൻ വെടിയുമെന്നോർത്തോൻ രഘുത്തമൻ തൊന്നാൻ്റെ അവൻ രാമൻ ഇങ്ങനെ അതിശക്തമായി വാദിക്കുകയും താൻ ജീവൻ വെടിയേണ്ടി വരും രാമൻ തന്നെ കൂട്ടാതെ പോയാൽ ഇരുത്തുകയും ചെയ്തപ്പോൾ രാമൻ ദയോടുകൂടി വരാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം തീർന്നത്. ഇനി ലക്ഷ്മണനുമായിട്ടുള്ള സംവാദം. ലക്ഷ്മണനോട് രാമൻ പറയുന്ന വാക്കുകൾ ഒടുവിൽ ലക്ഷ്മണന് അനുവാദം കൊടുക്കുന്നൊക്കെ ഭാഗമാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ അധ്യാത്മരാമായണത്തിൽ മാത്രമാണ് ലക്ഷ്മണനുമായിട്ടുള്ള സംവാദവും ലക്ഷ്മണൻ്റെ അനുവാദമൊക്കെ ആദ്യം വാങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സീതയോടുള്ളത്. പക്ഷേ ബാക്കി എല്ലാ രാമായണത്തിലും വാൽമീകി രാമായണത്തിലൊക്കെ ലക്ഷ്മണനോട് അനുവാദം വാങ്ങുന്നത്. ലക്ഷ്മണനായിട്ടുള്ള ഈ സംവാദമൊക്കെ സീതയോടുള്ള സംവാദത്തിന് ശേഷമാണ്. അത് കഥയുടെ ഘടനയ്ക്ക് കാര്യമായ വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. പക്ഷെ അങ്ങനെയാണ് അതിൻ്റെ കർമ്മം. അടുത്ത പ്രാവശ്യം നമുക്ക് ഈ വാൽമീകി രാമായണത്തിൽ ലക്ഷ്മണനെ എങ്ങനെ സാന്ത്വനിപ്പിച്ചു എന്നും
അതേ സംഗതി തന്നെ മറ്റു രാമായണങ്ങളിൽ എങ്ങനെ വ്യത്യസ്തമായി വർണ്ണിച്ചിരിക്കുന്നു കാണാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കാം. നമസ്കാരം.